പൊതുവിടങ്ങളിൽ ഇനി തെരുവു നായ്ക്കൾ വേണ്ട. 8 ആഴ്ചയ്ക്കകം രാജ്യത്തെ മുഴുവൻ പൊതുസ്ഥലങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ നീക്കം ചെയ്യണമെന്ന നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. തെരുവു നായ്ക്കളെ പിടികൂടി വന്ധ്യംകരണം നടത്തി ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നാണ് ഇടക്കാല ഉത്തരവിലെ നിർദ്ദേശം. ഡൽഹിയിലെ തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി ഇതേ നിലപാടെടുത്തത് വലിയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അന്ന് മൃഗസ്നേഹികൾ കടുത്ത എതിർപ്പുയർത്തിയത് നമ്മൾ മറന്നിട്ടില്ല. ഇതേ വിഷയത്തിൽ രാജ്യവ്യാപകമായി ബാധകമാകുന്ന പുതിയ വിധിയെ എന്തെല്ലാം പ്രതികരണങ്ങളാകും ഉണ്ടാക്കുക? ഈ വിധി സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരം അത്ര വേഗത്തിലും എളുപ്പത്തിലും നമ്മുടെ തെരുവുകളിൽ നിന്ന് മുഴുവൻ നായ്ക്കളെയും മാറ്റാനാകുമോ? അക്രമകാരികളായ നായ്ക്കൾ അലയാത്ത തെരുവുകൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ആദ്യം RD Extra. ഡൽഹി പൂത്കാലാൻ മേഖലയിൽ 6 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ചതിനു പിന്നാലെ ജൂലൈ 28-ന് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് നിർണായക ഉത്തരവ്. ആദ്യഘട്ടത്തിൽ രാജ്യതലസ്ഥാനത്തെ തെരുവുനായ ശല്യം മാത്രമായിരുന്നു കോടതിയുടെ പരിഗണനാ വിഷയമെങ്കിൽ പിന്നീടതിന് രാജ്യവ്യാപകതലം കൈവന്നു. ഓഗസ്റ്റ് 11-ന് ഡൽഹിയിലെയും സമീപ മേഖലകളിലെയും തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവും വലിയ ചർച്ചയായിരുന്നു. മൃഗസ്നേഹികളും സെലിബ്രിറ്റികളുമെല്ലാം എതിർപ്പറിയിച്ച് രംഗത്തെത്തി. പിന്നീട് കേസ് പരിഗണിച്ചപ്പോൾ മുൻ ഉത്തരവുകളുടെ ABC ചട്ടങ്ങളുടെയും ലംഘനമായി കണക്കാക്കപ്പെടുമെന്ന് വിലയിരുത്തി കോടതി ഉത്തരവ് ഭേദഗതി ചെയ്തു. സംസ്ഥാന സർക്കാരുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ABC നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകി. ABC നിയമങ്ങൾ നടപ്പിലാക്കാൻ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിൽ 2 സംസ്ഥാനങ്ങളുടെ ഒഴികെയുള്ള ചീഫ് സെക്രട്ടറിമാരെ കോടതി വിളിച്ചുവരുത്തിയതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. RD Extra ന്യൂസ് മലയാളം. സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ആശുപത്രികൾ തുടങ്ങി പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ നീക്കണം എന്നാണ് ഉത്തരവ്. പിടികൂടുന്ന തെരുവു നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്ധ്യംകരിക്കണം. തെരുവു നായ്ക്കളെ പിടികൂടിയ ഇടത്തു നിന്ന് വീണ്ടും അവിടേക്ക് തന്നെ തുറന്നു വിടരുത്. ദിവസേന പരിശോധനയുണ്ടാകണം. കന്നുകാലികൾ അടക്കമുള്ളവയെ ദേശീയപാതയടക്കം പ്രധാന പാതകളിൽ നിന്ന് നീക്കണം. തെരുവു നായ്ക്കളെയും കന്നുകാലികളെയും കണ്ടെത്താൻ പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം. സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് നായ്ക്കളെ മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണം. ഡൽഹിയിലെ തെരുവുനായ വിഷയത്തിൽ ഓഗസ്റ്റ് 11-ലെ സുപ്രീം കോടതി ഉത്തരവ് വലിയ ചർച്ചയായി. നായ്ക്കളെ പിടികൂടി 6 ആഴ്ചയ്ക്കകം ദൂരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനാണ് നിർദ്ദേശിച്ചത്. ഏതെങ്കിലും മൃഗസ്നേഹികൾ തടസ്സമായി നിന്നാൽ കർശന നടപടി ഉണ്ടാകുമെന്നും കോടതി പറഞ്ഞു. തടസ്സം നിൽക്കുന്നവർക്ക് പേവിഷബാധയേറ്റ കുട്ടികളുടെ ജീവൻ തിരിച്ചു നൽകാനാകുമോ എന്നും കോടതി ചോദിച്ചു. സെലിബ്രിറ്റികളും മൃഗസ്നേഹികളും കോടതി ഉത്തരവിനെതിരെ രംഗത്തെത്തി. കടുപ്പമേറിയ ഉത്തരവെന്ന വിമർശനത്തിനിടെ ഓഗസ്റ്റ് 22-ന് ഉത്തരവിൽ ഭേദഗതി വരുത്തി. വന്ധ്യകരണമടക്കം പൂർത്തിയാക്കി അക്രമാസക്തരല്ലാത്ത നായ്ക്കളെ പിടികൂടിയ സ്ഥലത്ത് വിടാം എന്നാണ് നിർദ്ദേശിച്ചത്. തെരുവു നായ്ക്കൾക്ക് പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഭക്ഷണം നൽകുന്നതും കോടതി വിലക്കി. രാജ്യത്ത് കുറഞ്ഞത് 6 കോടി തെരുവു നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക്. ഓരോ 10 സെക്കൻഡിലും ഒരാൾക്ക് വീതം നായയുടെ കടിയേൽക്കുന്നു. വർഷം 30 ലക്ഷം പേരെ നായ കടിക്കുന്നു. ഓരോ 3 മണിക്കൂറിലും 2 പേർ വീതം പേവിഷബാധയേറ്റ് മരിക്കുന്നു. കേരളത്തിൽ 2019 എടുത്ത സെൻസസ് അനുസരിച്ച് 2,89,000 തെരുവു നായ്ക്കളുണ്ട്. 2025-ലെ ആദ്യ 5 മാസം മാത്രം കേരളത്തിന് 1,65,000 ആളുകൾക്ക് നായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ട്. തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള ഏക മാർഗം വന്ധ്യംകരണമാണ്. വന്ധ്യംകരണത്തിനുള്ള കേന്ദ്രത്തിന്റെ വ്യവസ്ഥകൾ കർശനമാണ്. ABC വ്യവസ്ഥ പ്രകാരം വന്ധ്യംകരണത്തിന് AC ഓപ്പറേഷൻ തിയേറ്റർ നിർബന്ധമാണ്. 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ മാത്രമേ ശസ്ത്രക്രിയ ചെയ്യാവൂ. ഒരാഴ്ച ശുശ്രൂഷിച്ച് ഇൻഫെക്ഷൻ ഇല്ലെന്ന് ഉറപ്പാക്കി നായയെ പിടിച്ച സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവിടണം. സംസ്ഥാനത്ത് നേരത്തെ ഉണ്ടായിരുന്നത് 900-ലേറെ ABC കേന്ദ്രങ്ങളാണ്. വ്യവസ്ഥകൾ പാലിച്ചപ്പോൾ ബാക്കിയായത് വെറും 30 കേന്ദ്രങ്ങൾ മാത്രമാണ്. തെരുവു നായ്ക്കളെ മുഴുവൻ മാറ്റുക എന്നത് പ്രായോഗികമല്ല എന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ABC ഷെൽട്ടർ തുടങ്ങുന്നതിനെതിരെ പോലും പ്രതിഷേധമാണ്. അപ്പോൾ തെരുവു നായ്ക്കളെ മുഴുവൻ എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് മന്ത്രി ചോദിച്ചു. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഇതെല്ലാം നേരത്തെ ഇങ്ങനെ പല അഭിപ്രായ പ്രകടനങ്ങളും നടന്നിട്ടുണ്ട്. അത് ഒന്നും പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം കാണിക്കുന്നത്. കാരണം തെരുവു നായ്ക്കളെ മുഴുവൻ പൊതുസ്ഥലത്ത് നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുക? ഇപ്പോൾ കേരളം നേരിടുന്നൊരു പ്രശ്നം വലിയ ജനസാന്ദ്രതയുള്ളൊരു സംസ്ഥാനമാണ്. ഇവിടെ നഗരഗ്രാമ വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ആളുകൾക്ക് താമസിക്കാൻ തന്നെ ഭൂമി കണ്ടെത്താൻ നമ്മൾ പ്രയാസപ്പെടുകയാണ്. അപ്പോഴെങ്ങനെയാണ് ഈ തെരുവു നായ്ക്കളെക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയുക? ABC കേന്ദ്രം ആരംഭിക്കുന്നതിന് എതിരെ ജനങ്ങളുടെ പ്രതിഷേധം.
ഷെൽട്ടർ ആരംഭിക്കാൻ പോയാൽ അവിടെയും പ്രതിഷേധം. അപ്പം അതുകൊണ്ട് കുറേ കൂടി പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. റൈറ്റ്. അപ്പോൾ ലക്ഷ്മി, ഇന്നിപ്പോൾ ഇതിനു മുമ്പ് കോടതി ഏതാണ്ട് സമാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതാണ് ഡൽഹിയിലെ കാര്യത്തിൽ. പക്ഷെ അന്ന് വലിയ വിമർശനമൊക്കെ ഉണ്ടായി, നയസ്നേഹികളുടെ വലിയ പ്രതിഷേധമുണ്ടായി. അതിന് കോടതി ഒരു പരിധിവരെ വഴങ്ങുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ വീണ്ടും അതേ വിധി ഉണ്ടാകുന്നത് മാത്രമല്ല, ഇത്തവണ നയസ്നേഹികൾക്ക് മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം പ്രായോഗികമാണ് ഈ നിർദ്ദേശങ്ങൾ എന്നുള്ള പ്രശ്നവും നിലനിൽക്കുന്നത്, എന്താ തോന്നുന്നു? അതെ, എനിക്ക് തോന്നുന്നത് വളരെ കർശന സ്വഭാവമുള്ള ഒരു ഉത്തരവാണ്. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഉത്തരവ് നടപ്പാക്കി ില്ലെങ്കിൽ അതിന്റെ ബാധ്യത വന്നു ചേരുന്നത് ഉദ്യോഗസ്ഥരിലാണ്. അതായത് ഉദ്യോഗസ്ഥരെ കമ്പൽ ചെയ്യാണ് ഈ ഉത്തരവ് നടപ്പാക്കുന്നതിനായിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഓടിപ്പിടിച്ച് ഉത്തരവ് നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കും. ഇല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ തലയിൽ ഇതിന്റെ ഉത്തരവാദിത്വം, നിയമപരമായ ബാധ്യതയാണ് വന്നു ചേരുന്നത്. അപ്പോൾ ഓടിപ്പിടിച്ച് ഉത്തരവ് നടപ്പാക്കാൻ ശ്രമിക്കും. അപ്പോഴെന്തായിരിക്കും സംഭവിക്കുന്നത്? ABC റൂൾസിന്റെ ലംഘനം ഉണ്ടാവും. അതുറപ്പല്ലേ? ABC റൂൾസ് പ്രകാരം നമുക്കറിയാം, ഈ ശീതീകരിച്ച വാഹനങ്ങളിൽ കൊണ്ടുപോകണം, ശീതീകരിച്ച സർജറി മുറികൾ വേണം. ഇതൊന്നും നമ്മുടെ സംസ്ഥാനത്തില്ലല്ലോ. അപ്പോൾ ഇവർ ഓടിപ്പിടിച്ച് ഉത്തരവ് നടപ്പാക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്, നയസ്നേഹികൾ വീണ്ടും കോടതിയിൽ പോവുകയും അപ്പോഴും ഉദ്യോഗസ്ഥരുടെ തലയിലായിരിക്കും നിയമപരമായ എല്ലാ ബാധ്യതയും വന്നു ചേരുക എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് അറിയേണ്ടതല്ലേ. റൈറ്റ്. ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഉത്തരവുകളെല്ലാം ഇപ്പോൾ വരുന്നത് രാജ്യവ്യാപകമായി ബാധിക്കുന്ന തരത്തിലുള്ള ഉത്തരവുകളായാണ്. പക്ഷേ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുമ്പോൾ കോടതികൾ ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രത്യേകതകളും പ്രാദേശികമായ അവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞ് വേണം ഉത്തരവ് പുറപ്പെടുവിക്കാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏതാണ്ട് 6 കോടി നായ്ക്കളുണ്ട് എന്ന് പറയുന്നതൊക്കെ ഒരു ഏകദേശ കണക്കാണ്, ഇതൊന്നും കൃത്യം കണക്കല്ല. ഈ 6 കോടി നായ്ക്കളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തെരുവ് നായ്ക്കളുടെ എണ്ണമാണ് ഈ 6 കോടി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഓരോ സ്റ്റേറ്റിൻ്റെയും ഓരോ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നേരത്തെ മിനിസ്റ്റർ MB രാജേഷ് പറഞ്ഞത് കേട്ടല്ലോ, കേരളം എന്ന് പറയുന്നത് അതിദ്രുതം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. കേരളം മൊത്തത്തിലൊരു നഗരമാണ്. കേരളം പോലെ ജനസാന്ദ്രമായ ഒരു സ്റ്റേറ്റ് ഈ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ എടുത്തു നോക്കിയാൽ ഒരു സ്റ്റേറ്റും ഇല്ല. അപ്പോൾ ഇവിടെ അതേ മട്ടിൽ ഇത് നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല, ഈ 6 കോടിയുടെ കണക്ക് ഇപ്പോൾ ഹർഷം പറഞ്ഞു, അതിൽ നമ്മൾ വേണ്ട 6 കോടി ഇല്ല എന്ന് വെക്കുക, 1 കോടിയാണെന്ന് വെക്കുക. ഒരു പട്ടിക്ക് ഒരു ദിവസം അതിനെ പോറ്റാൻ എത്ര ദിവസം മിനിമം നമുക്കൊരു എത്ര രൂപ ചെലവാകും? 15 രൂപയെന്ന് വെച്ചാൽ 15 കോടി ഒരു ദിവസം. അതാണ് ആ നിലയ്ക്ക് പ്രായോഗികമല്ല. ആ നിലയ്ക്ക് അങ്ങനെ തീറ്റിപ്പോറ്റാൻ കഴിയില്ല. അത് മാത്രമല്ല, ഇതിപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുഴുവൻ ഈ സ്കൂളുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും എല്ലാം വളപ്പുകൾ കെട്ടി തിരിച്ചു വേണം ഈ പട്ടികളെല്ലാം പുറത്താക്കാൻ, നായ്ക്കളെ പുറത്താക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ പ്രായോഗികമാകും? അത് വളരെ വേഗത്തിൽ ഇത് നടപ്പായിക്കൊള്ളണം എന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? അവിടെ ഇവിടെയൊക്കെ നായ്ക്കളുടെ ആക്രമണം ഉണ്ടാകും, നായി കടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും. അതെല്ലാമായി ആളുകൾ നേരെ കോടതിയിലേക്ക് ചെല്ലും. അപ്പോൾ കോടതി എന്താണ്, ഈ ഉദ്യോഗസ്ഥരെ പഴിക്കും, അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തുകയോ അതിനെതിരെയുള്ള നടപടി സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ ഇത് വിഷയത്തെ സങ്കീർണമാക്കുകയാണ് യഥാർത്ഥത്തിൽ കോടതിയുടെ ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. കാരണം ആ റൂട്ട് കോസ് പഠിക്കാതെയാണ് വിധി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഈ ആക്ടിവിസ്റ്റുകളും വിക്ടിംസും 2 തരത്തിലാണ് ഈ വിഷയങ്ങളെ അവതരിപ്പിക്കുക. അതിൽ എല്ലാം വിക്ടിംസ് പറയുന്നത് പൂർണ്ണമായി എടുക്കുകയോ ആക്ടിവിസ്റ്റുകൾ പറയുന്നത് പൂർണ്ണമായി എടുക്കുകയോ ചെയ്യരുത്. ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്ക് നിന്നിട്ടാണ് ഈ കാര്യങ്ങളെ വിലയിരുത്തുകയും ആ കാര്യങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യേണ്ടത്. ഇതിവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഗാർബേജ് ഡംപിങ് അടക്കമുള്ള, അല്ലെങ്കിൽ ഈ സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളടക്കമുള്ളവ, ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുള്ള അടക്കമുള്ളവ ഇതൊന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കൂ, 900 ABC കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നതാണ്. കാര്യക്ഷമമായി ഒരു പരിധിവരെയെങ്കിലും ഇത് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള അവസ്ഥയിൽ നിന്നാണ് ഈ ABC കേന്ദ്രങ്ങളുടെ വ്യവസ്ഥകൾ കർക്കശമാക്കിയത്. ആ വ്യവസ്ഥകൾ അങ്ങനെ തന്നെ പാലിച്ച് മുമ്പോട്ട് പോകുമ്പോൾ എന്താണ്, 30 കേന്ദ്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇത്രയധികം തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് യഥാസമയത്ത് ഇതിൻ്റെ പെരുപ്പം തടയുന്നതിന് വേണ്ടി സർക്കാരിനോ ഈ സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. മറ്റൊന്ന് ഈ ഗാർബേജിന്റെ പ്രശ്നം, അത് ആക്ടിവിസ്റ്റുകൾ പറയുന്ന പ്രശ്നമാണ്. ആ പ്രശ്നവും അഡ്രസ് ചെയ്യണം. ഇത്തരം വിഷയം മറ്റൊരു പ്രശ്നമുണ്ട്, ഈ ബ്രീഡിംഗ് കേന്ദ്രങ്ങൾ അതിങ്ങനെ കൂടുപോലെ മുളച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലും. അതിന് പ്രത്യേകിച്ച് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്താതെ ഈ ബ്രീഡിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് തോന്നുമ്പോൾ നമ്മൾ വീടുകളിലേക്ക് നായയെ വാങ്ങുന്നു, നമുക്ക് സൗകര്യമില്ലാത്തപ്പോൾ നായയെ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്നു. അതുകൂടിയുണ്ട് ഇതിൻ്റെ ഈ
പ്രശ്നം വഷളാക്കുന്നത് അതുകൂടിയാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പലതരത്തിലുള്ള പുതിയ ബ്രീഡുകൾ പുറത്തു നിന്നൊക്കെ വിദേശത്തു നിന്നൊക്കെ കൊണ്ടുവരും. ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിൽ നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ അമേരിക്കൻ ബുള്ളിയാണെങ്കിലും പിറ്റ്ബുൾ ആണെങ്കിലും റോട്ട് വീലർ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കുഴപ്പം പിടിച്ച ബ്രീഡുകൾ ഇഷ്ടം പോലെയാണ്. അതിനെയാണ് കൂടുതൽ ആളുകൾ പോറ്റുന്നത്. അപ്പോൾ അതിൽ തന്നെ ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിലൊരു മടുപ്പ് വരും. ഇപ്പോൾ ഏത് മനുഷ്യരും ഞാൻ നായ വളർത്തുന്ന ആളാണ്, എനിക്ക് തന്നെ സ്വാഭാവികമായി ഒരു ചില സമയത്തൊക്കെ തോന്നും ഇത് ശല്യമായിട്ടുണ്ടല്ലോ എന്ന് ആർക്കും തോന്നും. ഇതെല്ലാവർക്കും ഉള്ള പ്രശ്നമാണിത്. അപ്പോൾ അങ്ങനെ തോന്നുന്നത് ഓരോരുത്തരുടെയും, ഇപ്പോൾ എന്നാലും ഇരിക്കട്ടെ എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതിയെങ്കിൽ, വേറൊരാൾക്ക് അങ്ങനെയല്ല. അയാൾ ചിലപ്പോൾ ഇതിനെ എടുത്ത് റോഡിലേക്ക് ഇറക്കി വിടുക ചെയ്യുക, തെരുവിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുക. അത് അവിടെ നിന്ന് ഇറങ്ങി ചെന്നിട്ട് വേറെ മറ്റ് ഈ തെരുവുനായ്ക്കളുമായി മേറ്റ് ചെയ്യുകയും അങ്ങനെ ഇതിൻ്റെ പുതിയ ബ്രീഡുകൾ ഉണ്ടാവുകയും വിചിത്രമായ തരത്തിൽ ഇവരൊക്കെ ആളുകളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പഴയ തെരുവുനായ്ക്കളൊന്നും ഈ രൂപത്തിലുള്ള തെരുവുനായ്ക്കളായിരുന്നില്ലല്ലോ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് നമ്മൾ റോഡിൽ കാണുന്ന തെരുവുനായ്ക്കളുടെ അവസ്ഥ എന്താണ്? അന്ന് ഇതിനെ നാടൻ ഭാഷയിൽ കില്ലപ്പട്ടി എന്നാണ് വിളിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു അവസ്ഥ കൂടി കണ്ടിട്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഇപ്പോൾ അതല്ല അവസ്ഥ. ഇപ്പം നല്ല മസിലന്മാരായിട്ടുള്ള നായ്ക്കളാണ് റോഡിലുള്ളത്. ആളുകളെ അറ്റാക്ക് ചെയ്യുകയാണ്, അഗ്രസീവായി ആക്രമിക്കുകയാണ്. അതിനോട് നമുക്കൊന്നും അങ്ങനെ നമ്മളുടെ ആരോഗ്യം വെച്ചൊന്നും അതിനോട് ചെറുത്ത് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. അതുമാത്രമല്ല പലപ്പോഴും ഒരു 2 പേര് വെച്ച് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പേവിഷബാധയേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരതയൊന്നും മനസ്സിലാക്കണമല്ലോ. അത് മാത്രമല്ല, ഇപ്പോൾ വേറൊരു വലിയ സംഗതി കൂടിയുണ്ട്. മുമ്പൊക്കെ ഒരു നായ ആക്രമണം ഉണ്ടായാൽ തെരുവ് നായ എവിടെയോ ആക്രമിച്ചു എന്നത് മാത്രമേ അറിയൂ. ഇപ്പോൾ എല്ലായിടത്തും CCTV ഉണ്ട്. ഈ CCTV ദൃശ്യങ്ങളിലൂടെ ഇത് ആളുകളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഈ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു നായയുടെ കടി ഏറ്റാൽ, ഇപ്പോൾ പലപ്പോഴും ഈ പറയുന്ന വാക്സിൻ്റെ കാര്യത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് യഥാസമയം വാക്സിൻ എടുക്കാതെ വരിക, അല്ലെങ്കിൽ ഇപ്പോൾ തലയുടെ ഭാഗത്തൊക്കെ കടിക്കുക, അതൊക്കെ വാക്സിൻ വേണ്ട രീതിയിൽ സമയത്ത് എടുക്കാതെയോ, അല്ലെങ്കിൽ അത് ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വാക്സിൻ എടുത്തുകൊണ്ടും പ്രയോജനമില്ലാത്ത അവസ്ഥ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്താ? ഏത് നായും ആയിക്കോട്ടെ, നമ്മളെ കടിച്ചാൽ അപ്പം മുതലൊരു വെപ്രാളത്തിലാണ് പിന്നെ ജീവിക്കേണ്ടി വരിക. എത്ര ആയിരങ്ങളാണ് ഓരോ ദിവസവും ഈ വെപ്രാളത്തിൽ ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും റോഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ആർക്കും ഒരു തെരുവ് നായയുടെ കടിയേൽക്കാനുള്ള സാധ്യതയുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏത് തെരുവുകളിലെ അവസ്ഥ അത്. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇവിടുത്തെ നിയമം തിരുത്തി എഴുതുക എന്നുള്ളതല്ലാതെ ഇതിന് യഥാർത്ഥത്തിൽ വേറൊരു പോംവഴിയില്ല. ഇവിടെ ഇപ്പോൾ ഈ അനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് 2023 റൂൾ 11(9) പ്രകാരം ഈ തെരുവുനായ്ക്കളെ വന്ധ്യംകരിച്ച ശേഷം അതേ സ്ഥലത്ത് തിരിച്ചയക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, പേപ്പട്ടി കടിച്ചു, ഒരു പേപ്പട്ടി ഇങ്ങനെ കടിച്ചു പോവുകയാണ് ആൾക്കാരെ. ഞാൻ കണ്ടിട്ടുണ്ട് ആ കാഴ്ച. അതായത് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്നൊരു ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ബ്യൂറോയിലേക്ക് വരുന്ന സമയത്ത് ഒരു നായ ഇങ്ങനെ പോവുകയാണ്. ആദ്യം ഒരു ചുവടെടുത്തുകൊണ്ട് പോകുന്ന ഒരാളെ കടിക്കുന്നു, അതിനുശേഷം ഒരു സ്ത്രീയെ കടിക്കുന്നു. ഈ പോകുന്ന വഴിക്കുള്ള ആളുകളെ കടിക്കുകയും നമ്മളത് അന്ന് ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 10-20 വർഷം മുമ്പാണ്. പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു ഭീകരത കണ്ണിൽ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത്രയും ഭീകരമാണ് ഒരു തെരുവുനായ ആക്രമണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ആക്രമിച്ചു, ശരി, അപ്പോൾ അന്ന് അവിടെ സംഭവിച്ചെന്താണ്? നാട്ടുകാരെ എറിഞ്ഞു തല്ലി കൊല്ലുകയാണ്. അത് നിയമവിരുദ്ധമാണ്. ഇത് പേ പിടിച്ച നായാണോ എന്ന് സ്ഥിരീകരിക്കാതെ അതിനെ എറിഞ്ഞു കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിച്ച് അതിനെ കൊല്ലാൻ പാടില്ല. ഇതാണ് നിയമം. ആ നായ്ക്കൾക്ക് കൊടുക്കുന്ന ഒരു സംരക്ഷണം എന്ന് പറയുന്നത്. ആ കാലത്ത് നിന്നതോ ആ സമയത്ത് നിന്നതോ ആയ സ്ഥിതിയല്ല തെരുവിലുള്ളത്. നായകളുടെ സ്വഭാവം മാറി, നായകളുടെ അഗ്രഷൻ മാറി, ഇതെല്ലാം മാറി. അതിനനുസരിച്ച് മാറ്റേണ്ടതുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ വികസിത രാജ്യങ്ങളുടെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ടേക്ക് അവസാനിപ്പിക്കുക. അതായത് ഈ മറ്റ് പല വികസിത രാജ്യം എന്ന് നമ്മളതിനെ എടുത്തു പറയേണ്ടതില്ല, പല രാജ്യങ്ങളിലും ഇത്രയും കുഴപ്പമുണ്ടായാൽ അതിൻ്റെ കള്ളിങ് നടക്കുന്നതിനുള്ള സാഹചര്യം, അനുകൂലമായ സാഹചര്യമുള്ള പല രാജ്യങ്ങളുമുണ്ട്. കാരണം ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണ്. ഒരു തരത്തിൽ നിയന്ത്രിക്കാനാവാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള മാർഗം നമ്മളെപ്പോഴും, കേരളം പ്രത്യേകിച്ച്, ഇപ്പോൾ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കുറേ കൂടി വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മൾ അതിനനുസരിച്ച് പരിഷ്കൃതമായ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണം. നമ്മൾ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൻ്റെ കാര്യത്തിൽ ഇതുതന്നെയാണ് പ്രശ്നം. കാട്ടുപന്നി തോന്നിയവാസം ആളുകളെ എല്ലാ ദിവസവും ഇപ്പോൾ ഇടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാട്ടുപന്നികളെ ആ നിരക്ക് വെടിവെച്ച് കൊല്ലാനോ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവുണ്ട് നമുക്ക്. ഇപ്പോൾ ആ ഉത്തരവിൻ്റെ അത്രയും പോലും, അതായത് കാട്ടുപന്നിയെ കൊല്ലാം, പക്ഷേ ഈ നായ്ക്കൾ, തെരുവ് നായ്ക്കൾ നിരന്തരം ആക്രമിച്ച്, ഒരു കാട്ടുപന്നി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തെരുവ് നായുടെ ആക്രമണത്തിൽ. കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിൽ മാത്രം കേട്ടോ 114 പേര് മരിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വന്ന കണക്കുകളാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ തുർക്കിയിൽ, ചൈനയിൽ, റൊമാനിയയിൽ, റഷ്യയിൽ, ജപ്പാനിൽ, അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ, ന്യൂസിലൻഡിൽ, പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ, മൊറോക്കോയിൽ, ഈ ബൾഗേറിയയിൽ, കൊസോവയിൽ, ഇവിടെയൊക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ എന്തായാലും
ഇത്തരം ശല്യം ഉണ്ടായാൽ അതിനെ കള്ളിങ് എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു മാർഗമായി കണക്കാക്കുന്നത്. ഇത് ഏറ്റവും ശക്തമായി ഇതിനെ പക്ഷേ ഇതിനെ ആ നിലയ്ക്ക് കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊന്നും ഇന്ത്യ. അതായത് ഇന്ത്യയും ഈ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്, ഇറ്റലി, ജർമ്മനി, നെതർലാൻഡ്സ് പോലെയുള്ള രാജ്യങ്ങൾ, സ്വീഡൻ, അങ്ങനെയൊക്കെയുള്ള ചില രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും, UK അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമെങ്കിലും അവലംബിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊന്നെല്ലാം വ്യത്യസ്തമായി ഇന്ത്യയെ മാറ്റി നിർത്തുന്ന ഒരു ഘടകം എന്താണ്? ഈ നിയമം കർശനമായിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയെ മാറ്റി നിർത്തുന്ന ഘടകം എന്താണ്? ഇവിടെ സാധാരണക്കാരനും പാവപ്പെട്ടവനുമുള്ള ഏറ്റവും ജനസംഖ്യയുള്ള ഏറ്റവും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അത്തരമൊരു സ്ഥലത്ത്, ഇത്രയും ജനസംഖ്യയുള്ള സ്ഥലത്ത് ഇങ്ങനെ തെരുവ് നായ്ക്കളെ തെരുവിൽ അഴിച്ചുവിടാൻ പാടില്ല. പക്ഷേ അതിനിപ്പോൾ കോടതി പറയുമ്പോൾ എല്ലാവരും കൈയടിക്കും. ഇപ്പം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ കോടതി പറഞ്ഞു ഇനി നിയന്ത്രിക്കണം, ഇനിയിപ്പോൾ അപ്പോൾ MP രാജേഷ് ഇപ്പോൾ പറയുകയാണ് അതങ്ങനെ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതിങ്ങനെ പ്രായോഗികമല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഈ 900 ABC കേന്ദ്രങ്ങൾ പോലും നിബന്ധന പാലിച്ചു കഴിഞ്ഞപ്പോൾ 30ആയി. പിന്നെ എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അതിനടിയിലേക്ക് വരുന്ന കമൻറ്റ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇനി മര്യാദയ്ക്ക് നിയന്ത്രിച്ചോളാം, അല്ലെ രാജിവെച്ച് ഇറങ്ങിപ്പോ. ഇതാണ്, അതായത് വെറുതെ ആവശ്യമില്ലാതെ ഇവരെ എല്ലാം കുഴപ്പത്തിലാക്കുന്ന ഉദ്യോഗസ്ഥരെയും സർക്കാരിനെയും എല്ലാം കുഴപ്പത്തിലാക്കുന്ന തരത്തിലാണ് ആ വിധി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കും അതെ, അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കുറച്ചുകൂടി അവധാനതയോടെയുള്ള ഒരു വിധിയായിരുന്നു വേണ്ടിയിരുന്നത്. ഈ പെരുപ്പമുള്ള ഇടങ്ങളിൽ നായകളെ കൊല്ലാൻ പറ്റുന്ന, വന്ധ്യകരണത്തിൽ ഇത്രയധികം കാർക്കശ്യമില്ലാത്ത ABC നിയമങ്ങൾ ആ തരത്തിൽ പരിഷ്കരിച്ച ശേഷം ഈ ബ്രീഡിംഗ് സെൻ്ററുകളെ നിയന്ത്രിക്കണം. നമ്മൾ നായകളെ വളർത്തുമ്പോൾ അതെല്ലാത്തരം നായകൾക്കും ലൈസൻസ് ഏർപ്പെടുത്തണം. നായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. അതിനൊപ്പം തെരുവുകളിൽ മാലിന്യം, ഭക്ഷണം ഇങ്ങനെ യഥേഷ്ടം കൊണ്ടുപോയി ഇടുന്നതും നിയന്ത്രിക്കണം. ഇങ്ങനെ സമഗ്രമായ ഒരു കാഴ്ചപ്പാടോടുകൂടി മാത്രമേ തെരുവുനായ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. അതിന് കുറച്ച് സമയവും എടുക്കും. അത് വേഗം തന്നെ നാളെ മുതൽ 18 ആഴ്ചയ്ക്കുള്ളിൽ തെരുവുനായകളെ നീക്കം ചെയ്യണം എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പാകാൻ പോകുന്ന ഒരു വിധിയായി തോന്നുന്നില്ല. റൈറ്റ്. മനുഷ്യ വികാസത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒപ്പം കൂടി മനുഷ്യനൊപ്പം വികസിച്ച് പരിണമിച്ച് നമ്മുടെ വിശ്വസ്തനായി മാറിയ ജീവിവർഗമാണ് നായ്ക്കൾ. മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കുന്ന, മനുഷ്യൻ ഇല്ലെങ്കിൽ ജീവിതം തുടരാനാകാത്ത ജീവിവർഗമാണത്. പക്ഷേ ഇപ്പോഴവരിൽ ഒരു കൂട്ടം മനുഷ്യജീവന് തന്നെ ഭീഷണിയാകുന്നതാണ് സാഹചര്യം. എന്ത് മൃഗസ്നേഹത്തിൻ്റെ പേരിലായാലും അതങ്ങനെ അംഗീകരിക്കാനാവും? കുഞ്ഞുങ്ങൾ പോലും തെരുവ് നായ്ക്കളുടെ കടിയേറ്റും പേവിഷബാധയേറ്റും മരിക്കുകയാണ്. അക്കാര്യത്തിൽ സുപ്രീം കോടതി എടുത്ത നിലപാട് സ്വീകാര്യവുമാണ്. പക്ഷേ അതിലെ പ്രായോഗികത എത്രത്തോളമാണ് എന്നതാണ് വിഷയം. ഇത്രയും നായ്ക്കളെ എങ്ങോട്ട് മാറ്റും? ABC കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് പോലും സങ്കീർണമായിരിക്കെ ഇതെല്ലാം സാധ്യമാകുമോ എന്നതാണ് അറിയാനുള്ളത്.